കുറച്ച് ദിവസമായിട്ട് ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. നേരെ ഈ അമ്മച്ചിയുടെ കടയിൽ വന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കുക. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഏത് സമയം അതിൽ പ്രിൻസിപ്പൾ വരുമെന്നറിയാം, അത് നോക്കി തന്നെയാണ് നിൽക്കുന്നത്. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും പുള്ളിയുടെ കാറ് കണ്ടു കേട്ടോ. ദൂരെ നിന്നൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ പതുക്കെ ക്യാമറ അങ്ങ് മാറ്റി ഞാൻ ഒന്നും അറിയാത്ത പോലെ തിരിഞ്ഞങ്ങ് നിന്നു. പിന്നെ അതൊക്കെ മേടിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിൽ വന്ന് ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം കാര്യം പറഞ്ഞൊക്കെയായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, ഞങ്ങളുടെ ലാസ്റ്റ് ഡേയാണ്. എല്ലാവരുമേ ഒരു റീൽസ് എടുക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ എന്നെയാണ് വീഡിയോ എടുക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ആദ്യം അത് കാണിച്ചു കൊടുക്കുക, ഇന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യണം. ആര്യ ടീച്ചറാണ് എൻ്റെ ഡയറക്ടർ. അങ്ങനെ അത് ഇവർ ട്രയൽ നോക്കുക കേട്ടോ. നല്ല വെയിലാണ്. അപ്പം ഞാൻ ഓർത്ത് ഇവർ അതൊക്കെ നോക്കട്ടെ, ഇവരെ ട്രയലൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ച്. വെയിലിൻ്റെ കാഠിന്യം കുറച്ച് കൂടിയതുകൊണ്ട് അവർ പതുക്കെ ആ സ്ഥലം അങ്ങ് ചേഞ്ച് ചെയ്തു കേട്ടോ. തണലത്ത് വന്നാണ് അടുത്തത്. ഒന്നെടുക്കും, ശരിയാകത്തില്ല, അപ്പം മാറ്റിപ്പിടിക്കും, പിന്നെ നോക്കും, അത് വീണ്ടും ഫ്ലോപ്പാകും. അയ്യോ, അവസാനം സക്സസ് ആയി കേട്ടോ. അത് ഈ സക്സസ് ആയത് ഒറിജിനൽ വീഡിയോ അല്ല കേട്ടോ, അവരുടെ ട്രയലാണ് സക്സസ് ആയത്. അപ്പോൾ ഞാൻ ഓർത്തിന് ഒത്തിരി സമയം എടുക്കട്ടെ, സമയം എടുത്ത് തന്നെ അവർ പതുക്കെ ചെയ്യട്ടെ എന്ന് വെച്ച് ഞാൻ പിന്നെ അടുത്തുള്ള സംഭവത്തിലേക്കൊക്കെ ഞാനിങ്ങനെ ക്യാമറ ഫോക്കസ് ചെയ്ത് അവിടെ നിന്നു. ഫൈനലി റീൽസൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ പോയി. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. അത് ഇവിടെ വെച്ചല്ല, ജൂനിയർ സ്കൂളിൽ വെച്ചാൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 2 സെക്ഷനായിട്ടാണ്, ജൂനിയർ സ്കൂള്, സീനിയർ സ്കൂള്. ഇപ്പോൾ ജൂനിയർ സ്കൂള് അടുത്ത കോമ്പൗണ്ടാണ്. ഇത് പ്ലേ തൊട്ട് 2nd സ്റ്റാൻഡേർഡ് വരെ. പാർക്കും സൂ അങ്ങനെയുള്ള ഏകദേശം എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, പ്ലേ തൊട്ട് 2nd സ്റ്റാൻഡേർഡ് വരെ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു തിയേറ്ററുണ്ട്, അത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് ക്ലാസ്സൊക്കെ ഇവിടെ വെച്ചാൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നേരത്തെ ഞങ്ങൾ പോവാം, നേരത്തെ പോയി സീറ്റ് പിടിക്കാൻ. അതിൻ്റെ ആവശ്യമൊന്നും ശരിക്കും പറഞ്ഞില്ല കേട്ടോ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിന്നെ എന്തിനാണ് പോകുന്നതെന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം, നേരത്തെ പോകുന്നതിൻ്റെ. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂളെന്നും പറയാം, അല്ലെങ്കിൽ ഒരു പോണ്ടെന്ന് പറയാം. അതിൽ നല്ല കളർഫുള്ളായിട്ടുള്ള മീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് മേലിലാണ് നമുക്ക് പോകേണ്ടത്, അവിടെയാണ് തിയേറ്റർ. ഇതിലേ അത് അങ്ങ് ചെന്നിട്ട് മേലോട്ട് പോകണം. ഞങ്ങളാണ് കേട്ടോ കുറച്ച് നേരത്തെ വന്നത്. ബാക്കിയുള്ളവരൊക്കെ പുറകെ വരുന്നതേ ഉള്ളൂ. അപ്പം നേരത്തെ അവിടെ ചെന്ന് സീറ്റ് പിടിക്കാനുള്ള പോക്കാണ്. ഇവിടെ ഒരു വാതിലുണ്ട്, പക്ഷേ അത് ഓപ്പൺ അല്ലായിരുന്നു, അതിലേ കയറാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ നേരെ ഇനിയിപ്പം മെയിൻ വാതിലിലൂടെ കയറാമെന്ന് വെച്ചാൽ അപ്പുറത്ത് ചെന്ന് അതിലേ കയറി. മീറ്റിംഗ് 10:30-ക്കാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ 10 o'clock അവിടെ എത്തും കേട്ടോ. അതിപ്പം 11:30 ആണെങ്കിൽ 11 o'clock എങ്ങനെ പോയാലും ഒരു ഹാഫ് ആൻ അവർ ബിഫോർ തന്നെ ഞങ്ങൾ അവിടെ എത്തും. എത്തുന്ന വേറെ ഒന്നിനല്ല കേട്ടോ, ഞങ്ങൾക്ക് സേഫായിട്ടൊരിടത്ത് പോയിരിക്കാനാണ്. അതായത് ഫ്രണ്ടിലും ഇരിക്കത്തില്ല, ഏറ്റവും ബാക്കിലും ഇരിക്കത്തില്ല, ആ ഒരു മിഡിൽ റോയിലായിരിക്കും ഇരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ സേഫായിട്ടൊരിടത്ത് ഇരുന്നു. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരുമൊക്കെ എത്തുന്നേ ഉള്ളായിരുന്നേ. ഈ ഒരു അക്കാഡമിക് ഇയറിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പം മീറ്റിംഗ് അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ ഫാദർ വന്നു, മീറ്റിംഗ് തുടങ്ങി. അങ്ങനെ അതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്കവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പതുക്കെ ക്യൂ നിന്ന് ഫുഡ് മേടിച്ചിട്ട് നേരെ ഒരു KG ക്ലാസ്സിൽ പോയിരുന്ന് കഴിച്ചു. അപ്പോൾ KG ക്ലാസ്സൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല നല്ല അടിപൊളിയായിട്ടാണ് ക്ലാസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്ന് സാവകാശം ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ കൂടെ എന്തൊക്കെ കറിയാണെന്ന് പറയാമേ. സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, ക്യാബേജ് തോരൻ, മാങ്ങ അച്ചാർ, പപ്പടം, മീൻകറി, പിന്നെ ഐസ്ക്രീം. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ജൂനിയർ സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നു. അങ്ങനെ നേരെ സ്റ്റാഫ് റൂമിൽ പോയിരുന്നു. വീണ്ടും കഥ പറച്ചിൽ തുടങ്ങി കേട്ടോ. ഇന്ന് ഒരു പണിയില്ലായിരുന്നു. ഇന്നെല്ലാം ഇങ്ങനെ ഫോട്ടോ എടുക്കുക, റീൽസ്, വീഡിയോസ്, കാര്യം പറച്ചിൽ, ഇതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴേക്ക് ഏകദേശം ഒരു 1:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു 1:45 ആകാറായി. ഇപ്പോൾ 2 മണിക്ക് ഇറങ്ങാം, എങ്കിലും നമ്മുടെ കഥ പറച്ചിലും കൂടി തീരുന്നില്ല. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി സ്പിരിറ്റ് കൂടിയത്. അങ്ങനെ ഞങ്ങൾക്കും വെക്കേഷനായി, 1 month വെക്കേഷൻ. വരുന്ന May 1st വീക്കിൽ ഞങ്ങൾക്ക് റിജോയിൻ ചെയ്യണം. അങ്ങനെ പഞ്ച് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളും ഇറങ്ങി, ഞാനും ക്ലെമന്റ് ടീച്ചറും. അപ്പോൾ തിരിച്ച് ഇറങ്ങി വന്നപ്പോഴാണ് അവിടെ
ബിനുചേട്ടനെ കണ്ടത്. ബിനുചേട്ടൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചേട്ടനോട് ഒരു ബൈ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങ് പോന്നു. സ്കൂളിൽ നിന്ന് ഇറങ്ങി ഒരു അല്പം ഇങ്ങോട്ട് പോയപ്പോഴാണ് അയ്യോ ഒരു കാര്യം എടുത്തില്ലല്ലോ എന്ന് ഓർത്ത്. പിന്നെ വണ്ടി തിരിച്ച് വീണ്ടും വിട്ട് സ്കൂളിൽ ചെന്ന് സ്റ്റാഫ് റൂമിൽ പോയി എൻ്റെ ഒരു ഫയൽ എടുക്കണമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ല, വിജനമായ സ്റ്റാഫ് റൂം. പിന്നെ അത് എടുത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചിങ്ങ് പോന്നു. ഞങ്ങൾക്ക് ഈ 1 month വെക്കേഷൻ എന്നൊക്കെ പറയുന്ന അത് ഒന്നുമല്ല കേട്ടോ. കണ്ണടച്ച് തുറക്കും മുമ്പേ അത് കഴിയും, ഞങ്ങൾ തിരിച്ച് വീണ്ടും സ്കൂളിലെത്തുകയും ചെയ്യും. ഇന്ന് ഞാൻ ക്ലെമി ടീച്ചറിൻ്റെ വണ്ടിയിലാണ് കേട്ടോ വന്നത്. കാരണം എൻ്റെ വണ്ടിക്കൊരു ചെറിയ പണി കിട്ടിയായിരുന്നു. അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ആയിരുന്നു വന്ന്. ഇതാണ് കണ്ടോ തിരുവല്ലത്തെ പ്രശസ്തമായ ക്ഷേത്രം, പരശുരാമ ക്ഷേത്രം. നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ആ ഒരു ഇതായിരുന്നേ. എന്തായാലും മഴയ്ക്ക് മുമ്പ് തന്നെ വീടെത്തി കേട്ടോ.